ഒരു മടി പിടിച്ച ദിവസമായിട്ടാണ് കേട്ടോ തുടങ്ങിയത്. ഒരു ഉഷാറില്ലാത്ത ഡേ. എന്തൊക്കെയോ ബ്രേക്ക്ഫാസ്റ്റിന് തട്ടിക്കൂട്ടി, ലഞ്ചിനും അതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് തുണിയൊക്കെ മടക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ഈ ഇടയ്ക്കായിട്ട് കാണാറുള്ളൊരു ചാനലാണ് ദക്ഷിണ. സാരംഗ്, 2 അധ്യാപകർ, അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ ചിന്താഗതികൾ, അവരെ സ്നേഹിച്ച് കൂടിക്കൂടിയിരിക്കുന്ന കുറച്ചാളുകൾ, പ്രകൃതി, അങ്ങനെ ഇതിലേറെ എനിക്കിഷ്ടം അവരുടെ ഭക്ഷണ രീതിയും ടീച്ചർ അത് അവതരിപ്പിക്കുന്ന അവതരണവുമാണ്. പതിവ് പോലെ തന്നെ ചാനൽ കണ്ട് 1-2 വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മൈൻഡ് വളരെ റീഫ്രഷായി. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ഉച്ചയൂണ് ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഫ്രിഡ്ജിലും ഉണ്ടല്ലോ നല്ല നാടൻ കുറച്ച് ഐറ്റംസ്, എങ്കിൽ പിന്നെ നല്ലൊരു ഉച്ചയൂണ് ഉണ്ടാക്കിയാലോ. ഞാൻ പറഞ്ഞതിൽ പ്രധാന ഇവനാണ് വാഴത്തണ്ട്. ടീച്ചറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പോഷക സമൃദ്ധനായിട്ടുള്ള ഇവനെ വെച്ചിട്ട് നമുക്കൊരു തോരൻ വെക്കാം. നെടുനീളത്തിലുള്ള ഇവനെ നമുക്ക് ചെറിയ വട്ടങ്ങളായിട്ട് അരിയാം. അതിനകത്തുള്ള നാര് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് കൈകൊണ്ട് കറക്കി എടുത്ത് കളയാം. ഈ രീതിയിലാണ് ഇയാളെ നമ്മൾ അരിയാൻ വേണ്ടിയിട്ട് പാകപ്പെടുത്തിയെടുക്കുന്നത്. നാര് കളഞ്ഞ വാഴപ്പിണ്ടി കഷ്ണങ്ങളെ നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളമെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് അതിനകത്ത് മുക്കി വെക്കാം. അത് ഈ കറച്ചുവ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് അങ്ങനെ മുക്കിയിട്ടതിന് ശേഷം അതിനെ എടുത്തിട്ട് നീളത്തിലരിഞ്ഞ് പിന്നെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് നമുക്ക് ഈ വട്ടത്തിലരിഞ്ഞ വാഴത്തണ്ടിനെ നമുക്ക് നീളത്തിലരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ചിലർ കൊത്തിയെടുക്കാറുണ്ട്, ഞാൻ കൊത്തിയെടുക്കാറില്ല, എനിക്ക് കുറച്ചുകൂടെ കടിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഈ രീതിയിലാണ് അരിയാറുള്ളത്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ, ഈ ഒരു കപ്പിന് 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 4 പീസ് കൊച്ചുള്ളി, 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊരു ജാറിലോട്ടിട്ട് ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകവും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ഇടണം, കാരണം നമുക്ക് ഈ അരപ്പിനൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊരു ചട്ടി വെച്ച്, ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട്, കടുക് പൊട്ടി കഴിയുമ്പോൾ കടുക് വറുക്കുന്ന മുളകിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വാഴത്തണ്ട് ചേർത്ത് കൊടുക്കാം. ഈ വാഴത്തണ്ടിന് വലിയതായിട്ട് ഉപ്പ് പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കണം. ഉപ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ മാത്രം കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക വഴട്ട്. കുറച്ച് നേരം വഴറ്റി കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. അന്നേരം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കൂന പോലെ കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം.
അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഈ അരപ്പും വാഴപ്പിണ്ടിയും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം. ആ ഒരു സമയത്ത് ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വാഴപ്പിണ്ടി ഒന്നുകൂടെ വെന്ത് എല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കും. അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെക്കാം. അടുത്ത ആളാണ് മാങ്ങ വെച്ച് നമുക്കൊരു ചമ്മന്തി അരിക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് തേങ്ങ, പിന്നെ മാങ്ങ തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 കൊച്ചുള്ളി. ഇതെല്ലാം കൂടെ നമുക്ക് ജാറിലോട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് അരച്ചെടുക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, മറ്റ് ചമ്മന്തി പോലല്ല, ഇത് മാങ്ങയുള്ള ബ്ലന്നങ്ങ് അരഞ്ഞു പോകും. അത്രയും അരയ്ക്കരുത്. അതുകൊണ്ടത് ഇടയ്ക്കൊന്ന് കറക്കുക, നോക്കുക അരഞ്ഞിട്ടുണ്ടോ. അങ്ങനെ നോക്കിയിട്ട് വേണം കേട്ടോ അരയ്ക്കാൻ. മാങ്ങ ചമ്മന്തി ഉണ്ടെങ്കിൽ എനിക്ക് ഉണക്കമീൻ മസ്റ്റാണ്. രണ്ടും കൂടെ അപാര കോമ്പിനേഷനാണ്. അപ്പോൾ അടുത്ത ഉണക്കമീൻ. പക്ഷേ ഉണക്കമീൻ വറുക്കുന്നതിന് മുമ്പ് കുറച്ച് ആചാരങ്ങളുണ്ട്. ഇവനെ കത്തിക്കണം. കാരണം ഇതൊരു ഫ്ലാറ്റ് ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധത്തിൽ വേണമല്ലോ നമ്മൾ ഉണക്കമീൻ വറക്കാൻ വേണ്ടിയിട്ട്. ഉണക്കമീൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ല് ഇച്ചിരി കുറയുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന സാധനമാണിത്. അങ്ങനെ നമുക്ക് ഉണക്കമീൻ വറുത്തെടുക്കാം. ഇനിയിപ്പോൾ എന്താ, അതുതന്നെ നമ്മുടെ നാടൻ ഊണ് വിളമ്പി തുടങ്ങാം. നമ്മുടെ പാലക്കാടൻ മട്ടച്ചോറ് വിളമ്പി, സൈഡിലായിട്ട് നമ്മുടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ വാഴപ്പിണ്ടി തോരൻ വിളമ്പി, അതിനിപ്പുറത്ത് 2 കഷ്ണം ഉണക്കമീൻ വെച്ചു, അതിനിപ്പുറത്തായിട്ട് നമ്മുടെ മാങ്ങാ ചമ്മന്തി ഉരുട്ടി വെച്ചു, പിന്നെ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട നല്ല ഉപ്പിലിട്ട അമ്പഴങ്ങ ഉണ്ടായിരുന്നു, അത് വെച്ചു, പിന്നെ അമ്മ തന്നെ കൊടുത്തുവിട്ട ഉലുവ മാങ്ങ. അങ്ങനെ മടി പിടിച്ച് ഒരു മുട്ട പൊരിച്ച് ഇച്ചിരി അച്ചാറും കൂട്ടി ചോറുണ്ടാക്കിയിരുന്ന എന്നെ നല്ലൊരു ഉച്ചയൂണുണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച സാരംഗിലെ ടീച്ചറിന് ഒരുപാട് നന്ദി. അപ്പം ഞാൻ പോയിട്ട് ഊണ് കഴിക്കട്ടെ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.